ദീപായസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ എപ്പോഴും സർവ്വസമയം നമ്മളിത് അടിച്ചുകൊണ്ടിരിക്കുകയല്ല ജോലി. നിങ്ങളെല്ലാം ഇന്നലെ കണ്ടു കഴിഞ്ഞു എന്തുവാ ഈ ഇവളുടെ പരിപാടികളൊക്കെ. ഇവൾക്കിങ്ങനെ കാശ് വേണം. നല്ല ഡർബാറുകാരിയാണ്, ഭയങ്കര ഡർബാറാണ് ഇവൾക്ക്. ഡർബാറെന്ന് വെച്ചാൽ ശനിയും ഞായറും ഒക്കെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോവുക, തിരിച്ചു വരിക, പിന്നെ അങ്ങനെ അങ്ങ് ട്രിപ്പടിക്കൽ, പിന്നെ വലിയ പണക്കാരിയാണെന്നുള്ള ഇതൊക്കെ. വലിയ എന്തുവാ എൻ്റെ 10 ലക്ഷത്തിൻ്റെ കാറ് മുരളി വാങ്ങിച്ചതാണ്. 10 ലക്ഷത്തിൻ്റെ കാറാണ് ഓടിക്കുന്നതെന്ന് അവൾ പറയുന്നത്. ഇങ്ങനെ കണ്ടവൻ്റെ എല്ലാം പിടിച്ച് പറിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവൻ പിടിച്ച് മുരളിയെ പറ്റിച്ചും പറിച്ചും മുരളിയുടെ എല്ലാം പറ്റിച്ച് പറിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അവനെ തട്ടി വെച്ച് നടക്കുക. ഇങ്ങനെ ഇതുപോലത്തെ ഒരുത്തിയെ കാണാൻ കിട്ടത്തില്ല. ഇപ്പം അവനെല്ലാം റെഡിയാക്കി വെച്ച് ഇപ്പം എൻ്റെ മണ്ടയ്ക്കോട്ട് കയറിയിരിക്കുക. ബിജു പിയും പ്രീതായസ് പണിക്കറും സദാനന്ദ മന്ദിരത്തിലെ കുറേ ക്രിമിനലുകളും ഇവന്മാരും എല്ലാം കൂടെ, പത്മജനയും കുറേ അവന്മാരുണ്ട് ഇങ്ങനെ ഇവിടെ. നമ്മളെങ്ങനെങ്കിലും ഇങ്ങനെ അതുപോലെ കുറേ അനീഷ് എന്ന് പറയുന്നവൻ, എനിക്ക് തോന്നുന്ന മാളയക്കലെ ഒരവനുണ്ട്. അവൻ കണ്ടാലിങ്ങനെ പഞ്ചപുച്ഛം അടക്കി ഇങ്ങനെ നിൽക്കുന്ന ഈ മിണ്ടാപ്പൂച്ച കലവടക്കി എന്ന് പറയുന്ന പോലെ അവൻ്റെ സ്വഭാവം. ഇങ്ങനെ മിണ്ടാതിരിക്കും. പക്ഷെ അവൻ ആൾ ഭയങ്കര ബെടക്കവൻ. അതുപോലെ അവൻ പണ്ട് കാരണമെന്ന് വെച്ചാൽ ഇവൻ തന്നെയാണെന്ന് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഇവൻ പണ്ട് 2019 എൻ്റെ ഒരു വസ്തു വിറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ഇവൻ ചോദിച്ച്. അന്ന് മുതലേ എനിക്കറിയാം ഇവൻ ആൾ റെഡിയല്ലെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വസ്തു വിൽക്കാനുള്ളതല്ലെന്ന്. വർഷങ്ങൾ കഴിഞ്ഞിപ്പം 2019 കഴിഞ്ഞു, നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനത്തെ വലിയ ഡ്രാമയും കൊണ്ട് നടക്കാം ഇവൻ്റെ ജോലി. ഇവൻ്റെ അപ്പനിങ്ങനെ കെട്ടിത്തൂങ്ങി ചത്തതാണ് സത്യം പറഞ്ഞു. ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പല കൊലയും നടത്തി പലതും. അപ്പം അന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ കേട്ടു. എന്തോ ഒരു കുഞ്ഞു മാവേൽ അങ്ങേര് കാലൊക്കെ മടങ്ങിയിരിക്കുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇങ്ങനെ പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നതാണ് ഇവൻ മന്ദിരത്തിൽ. ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഏതവനാ എഴുതിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈബർ സെല്ല് കണ്ടുപിടിക്കും. പിന്നെ പ്രീതായസ് പണിക്കറിന് ഇങ്ങനെ എന്താ ഭയങ്കര ഡർബാറുകാരി. അവർക്ക് ഡർബാർ അടിക്കണം. എൻ്റെ കൊച്ചിനെ പണ്ടേ പറഞ്ഞാൽ സ്റ്റെം സെല്ലെടുത്ത് വെക്കുക, പല പരിപാടികളാണ് ഇവർക്ക്. സ്റ്റെം സെല്ലെടുത്ത് ഇങ്ങനെ വെക്കുക, പല പരിപാടികളായിട്ട് നടക്കുക ഇവള്. നമ്പർ 1 ഫ്രോഡാണ് ഇവള്. നമ്പർ 1 ഫ്രോഡ്. എന്തോ ഇവർക്ക് വലിയ PhD ഏതാണ്ടൊരു ഓൺലൈൻ PhD ഏതാണ്ടാന്നാണ് ആൾക്കാർ പറയുന്നത്. ഇവളുടെ എല്ലാം എന്തുവാ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ കോളേജിൽ നിന്നൊക്കെ വാങ്ങിച്ച സർട്ടിഫിക്കറ്റുകളാണ് ഇവളുടേത്. ഏതോ ഒരു പറഞ്ഞ കോളേജിൽ നിന്ന്. തമിഴ്നാട്ടിലെ എല്ലാം പന്നലാണെന്ന് ഈയിടയ്ക്കാണ് എന്നോടൊരാൾ പറഞ്ഞതാണ്. തമിഴ്നാട്ടിലെല്ലാം വെറുതെ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളാണെന്ന്. അപ്പം തമിഴ്നാട് പിന്നെ ഇവിടേക്കാണ് കുറച്ച് ഇത് പറയുന്നത് കേട്ടൊരു അറിവുള്ള ഒരു സാർ തന്നെയാണ് പറഞ്ഞത് ഇത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെ നടക്കുക നമ്മുടെ പുറകിൽ, ഇങ്ങനെ നമ്മുടെ കാല്